അപ്പൊ നമ്മളതേ ബണ്ട് പട്ടിക്കിനോടത്ത് പോയിട്ട് മീനെ പിടിക്കാൻ പോവാണ്. അപ്പൊ ഈ കാണുന്ന വല വെച്ചാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത്. കുറച്ച് മീനാ തണ്ടം വെച്ച് വരാതെ ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. എന്താ പരമദ്രോഹികളെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. പിടിക്കുന്ന മീൻ നമ്മൾ ഈ കാണുന്ന റോട്ടി തന്നെ ഇട്ട് വിക്കൂട്ടെ. എന്റെ ജോലി ഇല്ലാതാക്കരുത് അളിയൻ, ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയാൻ എടുത്തിട്ടുണ്ടേ. അങ്ങനത്തെ നമ്മുടെ വീശ് തുടങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറക്റ്റ് ആ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നതിന്റെ നടുക്കായിട്ട്, അതായത് മീൻ കൂടാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ വീശി. എന്താ എന്താ കാര്യം? ഈ വീട് സീരിയൽ വളഞ്ഞിരിക്കുക. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യവശാൽ അതിലൊന്നും തന്നെ ഇല്ല കേട്ടാ. വന്നിരിക്കുന്നത് വയമ്പുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് അവരെ ഈ ഒരു വലയിൽ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വയമ്പ് കൂട്ടന്മാരാട്ടാ. നോക്കിയേ എന്ത് പെടപ്പാന്ന് നോക്കി അവിടെ കിടന്നിട്ട്. അങ്ങനെ മച്ചാമാരെ തൽക്കാലത്തേക്ക് നമ്മുടെ വലവീശല് നമ്മൾ നിർത്തുകയാണ്. അപ്പൊ കിട്ടിയ മീനെ നമ്മള് ഇവിടെ തന്നെ ഇട്ട് സെല് ചെയ്യാൻ പോണല്ലേ പറയണേ? അതെ അതെ അതെ. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവർത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വേറൊരു ബെസ്റ്റ് ഡീസന്റ് ഐഡിയ ഉണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിന്റെ കോപ്പറേഷൻ കൂടെ വേണം. ഞാൻ ഒരു ചായ കുടിച്ചിട്ടാ. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. പിടയ്ക്കണ മീൻ, പിടയ്ക്കണ മീൻ. മീൻ വേണോ? പിടയ്ക്കണ മീൻ, പിടയ്ക്കണ മീൻ. മീൻ വേണോ? 10 രൂപ. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. 10 രൂപയ്ക്ക് കച്ചവടാക്കി. എടാ കച്ചവടം നടന്നിട്ടാ. ശിവ, പ്ലീസ് പ്ലീസ്.